Good morning, all. Good morning, ma'am. Good morning, ma'am. Okay, good Good morning. morning, ma'am. Okay, class start ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയായിരുന്നോ എന്തൊക്കെയാ അടുത്തെ? കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് തന്നിരുന്നോ? പറയൂ, ആരെങ്കിലും ഒരാള് നോട്ട് തന്നിരുന്നോ അവര്? കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? അഞ്ജലി കേൾക്കുന്നുണ്ടോ? അഞ്ജലി മാം കേൾക്കുന്നുണ്ട്. നോട്ട് തന്നിരുന്നോ? നോട്ട് മാം പറഞ്ഞ നോട്ട് ഉണ്ട്, തന്നിട്ടുണ്ട്. പ്രോണൗൺ തന്നല്ലേ? നോക്കിയായിരുന്നോ? പ്രോണൗണ് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു പോണോ? മിസ്സിന്റെ ഒന്നുകൂടെ പറഞ്ഞു പോണോ? മിസ്സിന്റെ പേരെന്താ? എന്റെ പേര് അശ്വതി. മാം ഒന്നും കൂടി ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു വിടുവോ? ഓക്കെ ശരി. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. നോട്ട്സ് കാണുന്നില്ല എല്ലാവരും? ക്ലിയർ അല്ലേ നോട്ട്സ്? സ്ക്രീൻ കാണുന്നില്ലേ? ഇവിടെ ശ്രദ്ധിച്ചിരിക്കേ. മിസ്റ്റേക്ക് തിരുത്തിയില്ലോ. ഇപ്പൊ കയ്യിൽ നോട്ട്സ് ഉണ്ടോ? പ്രോണൗൺ നോട്ട് ഉണ്ടോ കയ്യില്? ഉണ്ടോ? റിച്ചു ആരെങ്കിലും പറയോ? നോട്ട് കയ്യിലുണ്ടോ ഇപ്പോ? ഈ PDF നോട്ടാണോ മാം? പ്രോണൗൺ നോട്ട് ഉണ്ടോ കയ്യില്? ഇനി ഈ മാം PDF നോട്ട് തന്നിട്ടില്ലല്ലോ. തന്നിട്ടില്ലേ? ഓക്കെ. തരുമ്പോഴേ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കണം. ഫസ്റ്റ് കുറച്ച് മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ. അതൊന്ന് നിങ്ങൾ തന്നെ തിരുത്തണേ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നോക്കിയേ, pronoun is used as a substitute for a noun to avoid the repetition of the noun. കണ്ടോ, ഇവിടെ noun ആ വന്നേ. ഇവിടെ noun ആണേ, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അതേപോലെ ഹേ കണ്ടോ, ഇവിടെ a ആണ് വരുന്നത്. A pronoun is a word used instead of the noun. ഓക്കെ, ഈ രണ്ട് സ്പെല്ലിംഗ് ഒന്ന് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. പറ്റിയ ഞാൻ ചെയ്തുതരാം. അഥവാ ചെയ്യാൻ മറന്നു പോയെങ്കിൽ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് മെസ്സേജ് എല്ലാവരും പറഞ്ഞിട്ട് മെസ്സേജിൽ അയക്കാട്ടോ. അപ്പൊ പ്രോണൗൺ എന്താ? നൗണിന് പകരമായ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് എന്താ പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, എക്സാമ്പിൾ എന്താ? മീര ഈസ് ബ്യൂട്ടിഫുൾ ഗേൾ. മീര ഹാസ് ലോങ് ഹെയർ അല്ലെ? നമ്മ മീര എന്ന് തന്നെ പറയോ? ഇല്ല. അപ്പൊ മീരയ്ക്ക് പകരമായി എന്താ അവിടെ ഉപയോഗിച്ചേ? ഷീ ആണ് ഉപയോഗിച്ചത് അല്ലെ? അപ്പോ ഷീ ആണ് അവിടെ പ്രോണൗൺ അല്ലെ? നെക്സ്റ്റ് ഏതാ? സാം ഈസ് എ ബോയ്. അപ്പൊ സാമിന് പകരം എന്താ ഉപയോഗിച്ചേ? ഹി അല്ലെ? ഹി സ്റ്റഡീസ് വെൽ. ഓക്കെ, അപ്പൊ എന്താ? നൗണിന് പകരമായി ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്നതിനെയാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഏതൊക്കെയാ പ്രോണൗൺ? ഏതൊക്കെയാ? ഐ, ഷീ, ഹി, യു, വി, ദേ അല്ലെ? ഇതൊക്കെയാണ് പ്രോണൗൺസ് എന്ന് പറയുന്നത് അല്ലെ? പിന്നെന്താ? എത്ര ടൈപ്സ് ഉണ്ട് പ്രോണൗൺ? 9 types of pronouns ഉണ്ട് അല്ലെ? ഏതൊക്കെയാന്ന് നോക്കാം. പേഴ്സണൽ പ്രോണൗൺ, പൊസസീവ് പ്രോണൗൺ, റിഫ്ലെക്സീവ് ഓർ എംഫാറ്റിക് പ്രോണൗൺ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ, ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ, റെസിപ്രോക്കൽ പ്രോണൗൺ, ഇന്റർഗേറ്റീവ് പ്രോണൗൺ, റിലേറ്റീവ് പ്രോണൗൺ അല്ലെ? ഇനി അത് ഓരോന്നും നമുക്ക് നോക്കാം. എന്താണ് പേഴ്സണൽ പ്രോണൗൺ? Personal pronoun are used instead of the names of the person. അല്ലെ? എന്താ? വ്യക്തിയുടെ, അതായത് ഒരാളുടെ പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ? പേഴ്സണൽ പ്രോണൗൺ തന്നെ
3 ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാ? സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ അല്ലെ, ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ, പിന്നെ ഏതാ? പൊസസീവ് അഡ്ജക്റ്റീവ് പ്രോണൗൺ അല്ലെ. സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്താ? യൂസ്ഡ് ആസ് സബ്ജക്റ്റ് ഇൻ ദ സെന്റൻസ് അല്ലെ. സബ്ജക്റ്റിനെയാണ് ഇവിടെ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. ദേ ആർ എന്താ? സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് ഇപ്പൊ പേരാവാം അല്ലെ. പേരാവുമ്പോ അതിന്റെ പ്രോണൗൺസ് ഏതാ? ദേ, ആർ, ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ അല്ലെ. എക്സാമ്പിൾ നോക്കിയേ. ഇപ്പൊ സിംഗുലർ, അതിന്റെ സിംഗുലർ പ്ലൂറൽ നോക്കാം നമുക്ക്. ഐയുടെ പ്ലൂറൽ വരുമ്പോ വി ആണ് അല്ലെ. യു വരുമ്പോ യു തന്നെയാണ്. ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ദേ ആണ്. എക്സാമ്പിൾ, ഹീസ് ക്ലവർ. അപ്പൊ എന്താ? ഹി ആണ് അവിടെ സബ്ജക്ട് അല്ലെ. ഇറ്റ് ലുക്സ് ലൈക്ക് എ ടൈഗർ. അവിടെ എന്താ? ഇറ്റ് ആണ് അല്ലെ. ഇറ്റ് ആണ് പേഴ്സണൽ പ്രോണൗൺ. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അവിടെ ഷീ ആണ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ. മനസ്സിലായില്ലേ? പേഴ്സണൽ പ്രോണൗൺസ് ആർ used instead of the names of the person അല്ലെ. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പേഴ്സണിലേക്ക് പേരിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ. നെക്സ്റ്റ് ഏതാ? ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ. ഇവിടെ സബ്ജക്റ്റീവ് ആണ്, സബ്ജക്റ്റ് ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റിനെയാണ് ഇവിടെ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ. യൂസ്ഡ് ആസ് ഒബ്ജക്ട് ഇൻ ദ സെന്റൻസ്. സെന്റൻസിലെ ഒബ്ജക്റ്റിനെയാണ് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. അതേതൊക്കെയാ? ദേ ആർ, മീ, യു, ഹിം, ഹെയർ, ഇറ്റ്, us, them അല്ലെ. ഇതൊക്കെ ഒബ്ജക്റ്റ് ആയിട്ട് വരും. നോക്കിയേ അതിന്റെ സിംഗുലറും പ്ലൂറലും നോക്കിയേ. മീയുടെ പ്ലൂറൽ ഏതാ? അസ് ആണ് അല്ലെ. യു എപ്പോഴും യു തന്നെയായിരിക്കും അല്ലെ. ഹിം, ഹെർ, ഇറ്റിന്റെയൊക്കെ പ്ലൂറൽ ഏതാ? ദം ആണ്. അപ്പൊ ഇവിടെ എന്താ വരാ? ഷീ ഹെൽപ്ഡ് ദം അല്ലെ. അപ്പൊ ഇവിടെ എന്താ? ഒബ്ജക്റ്റ് ഏതാ? ദം ആണല്ലേ. ഡോണ്ട് ടെൽ ഹിം. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ഏതാ? ഹിം ആണ്. ഇതാണ് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏതാ? പൊസസീവ് അഡ്ജക്റ്റീവ് പ്രോണൗൺ. യൂസ്ഡ് ടു ഷോ ഓണർഷിപ്പ് ഓർ പൊസഷൻ. ദേ ആർ മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, ദേർ അല്ലെ. നമ്മ ഓണർഷിപ്പിനെ സൂചിപ്പിക്കാനായിട്ട് പറയുന്നതാണ്. ഏതാ? ഓണർഷിപ്പിനൊക്കെ പറയാൻ യൂസ് ചെയ്യുന്നതാണ് പൊസസീവ് അഡ്ജക്റ്റീവ് പ്രോണൗൺ. അതായത് എന്റെ എന്നൊക്കെ പറയില്ല നമ്മ. ഓണർഷിപ്പ് അല്ല, ഇത് എന്റെ വീടാണ്, എന്റെ എന്നൊക്കെ പറയില്ല, അതാണ്. അപ്പോ സിംഗുലറും പ്ലൂറലും നോക്കി. മൈ എന്ന് പറയുമ്പോൾ അവർ അല്ലെ. യുവർ, യുവർ തന്നെ. ഹിസ്, ഹെർ, ഇറ്റ്സ് എന്ത് വരും? ദേർ വരും അല്ലെ. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. മൈ ഫ്രണ്ട് ഈസ് എ ഡോക്ടർ. അപ്പൊ എന്താ? മൈ അല്ലേ. അവിടെ മൈ ആണ് പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെ. വാഷ് യുവർ ഹാൻഡ്സ്. അവിടെ എന്താ? യുവേഴ്സ് ആണ് അല്ലെ. യുവർ ആണ് വരുന്നത്. ദിസ് ഈസ് മൈ ഹൗസ്. അവിടെ മൈ വരുന്നു അല്ലെ. അതാണ് പൊസസീവ് അഡ്ജക്റ്റീവ് പ്രോണൗൺ. ക്ലിയർ ആയില്ലേ? അത് മനസ്സിലായില്ല എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് മെസ്സേജ് എല്ലാവരും ക്ലിയർ ആയെങ്കിൽ. ആയോ ഇല്ലയോ? കേൾക്കുന്നില്ലേ? ക്ലിയർ ആയില്ലേ അത്? ഓക്കെ, നെക്സ്റ്റ് പോവേണേ. നെക്സ്റ്റ് ഏതാ? പൊസസീവ് പ്രോണൗൺ. ഓക്കെ, ദിസ് പ്രോണൗൺ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺസ് അല്ലെ. They are usually placed after the noun in sentences. എന്താ? ഒരു നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് പൊസസീവ് പ്രോണൗൺ അല്ലെ. അതെന്ത് വരും? ആഫ്റ്റർ ദ നൗൺ ആ വരാ അല്ലെ. നൗണിന് ശേഷമാണ് പൊസസീവ് പ്രോണൗൺ എപ്പോഴും യൂസ് ചെയ്യുള്ളൂ അല്ലെ. അതെങ്ങനെയാ നോക്കി? ഏതൊക്കെയാ പൊസസീവ് പ്രോണൗൺ? മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവേഴ്സ്, ദേഴ്സ് അല്ലെ. സിംഗുലർ പ്ലൂറൽ നോക്കി. മൈൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? അവേഴ്സ് വരും അല്ലെ. യുവർ എന്ന് പറയുമ്പോ യുവേഴ്സ് വരും. ഹിസ്, ഹെർ, ഇറ്റ്സ് എന്ന് പറയുമ്പോ ദേഴ്സ് വരും അല്ലെ. എക്സാമ്പിൾ, ദിസ് കാർ ഈസ് മൈൻ അല്ലെ. മൈൻ ആണ്. അപ്പൊ എന്താ? ഈ നൗണിന് ശേഷമാണ് ഇവിടെ മൈൻ വന്നേക്കുന്നത്. നൗൺ ഏതാ? കാർ ആണ് അല്ലെ. നൗണിന് ശേഷമാണ് ഇവിടെ എന്താ? പൊസസീവ് പ്രോണൗൺ വന്നേക്കുന്നത്. ദിസ് ഫ്ലാറ്റ് ഈസ് യുവേഴ്സ്. അപ്പൊ ഇവിടെ ഏതാ? യുവേഴ്സ് ആണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോവാം. റിഫ്ലെക്സീവ് അല്ലെങ്കിൽ emphatic pronoun. These pronouns are used in the object position when the subject and the object of the sentence are the same. They are either myself, yourself, himself, herself. അല്ലെ.
എന്താ രണ്ട് ഇപ്പോ ഒരുമിച്ച് നമ്മൾ പറയില്ലേ, ഇപ്പോ ഒബ്ജക്റ്റും സബ്ജക്റ്റും സെയിം ആയിരിക്കും ഇപ്പോ ഈ സെന്റൻസിൽ. ഇപ്പോ എന്താ നമുക്ക് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവും. എക്സാമ്പിൾ നോക്കിയേ, ഫസ്റ്റ് നോക്കാം, സിംഗുലറും പ്ലൂറലും നോക്കാം. മൈസെൽഫ് എന്ന് പറയും, പ്ലൂറലിൽ അത് എന്ത് വരും, അവർ സെൽഫ് വരും അല്ലെ. യുവർ സെൽഫ് ആണെങ്കിൽ യുവർ സെൽഫ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അത് കുറിച്ചിട്ട് പറയണ്ട അല്ലെ. അപ്പൊ എക്സാമ്പിൾ നോക്കിയേ, ഐ ഹേർട്ട് മൈസെൽഫ്, ഇവിടെ ഐയും വന്നു മൈസെൽഫും വന്നു അല്ലെ. ഇങ്ങനത്തെ സെന്റൻസ് ആണ് പോസസീവ് പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ. വി ഹേർട്ട് അവർ സെൽഫ്, അതെന്താ, അവിടെയും വിയും വന്നു അവർ സെൽഫ്സും വന്നു അല്ലെ. അപ്പോ ഇതാണ് പോസസീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഏതാ, എംഫാറ്റിക് പ്രോണൗൺ. When we use the pronoun to emphasize some action, they are called emphatic pronoun. The emphatic pronoun have the same form as the reflexive pronoun. Okay, I myself told him. ഇവിടെ ആക്ഷൻ ഉണ്ടാവേ, മറ്റേത് ആക്ഷൻ ആയിരിക്കും, ഇവിടെ ആക്ഷൻ ഉണ്ടാവേ. അപ്പൊ എന്താ, myself told him, ഇവിടെയും ഐയും മൈസെൽഫും വന്നു. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയേ, നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, they themselves did it. അല്ല, they themselves ഉണ്ട്. She herself traveled back to the college അല്ലേ. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നോക്കാം, ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. They are used to point to something or someone specific അല്ലെ. എന്താ, ഒരു ഒന്നിനെയോ എന്തോ ഒരു വസ്തുവോ എന്തോ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ. അതിൽ വരുന്ന ഏതൊക്കെയാ, ദിസ്, ദാറ്റ് ആണ് വരുന്നത് അല്ലെ. ദിസിന്റെ പ്ലൂറലാണ് ദീസ്, ദാറ്റ് ദോസ് ആണ് അല്ലെ. ദിസ് എന്നൊക്കെ പറയുമ്പോ ഒന്നും പോയിന്റ് ഔട്ട് ചെയ്യില്ല നമ്മ. ഓ ദിസ് ഈസ് എ ഗുഡ് അംബ്രല്ല അല്ലെ, പോയിന്റ് ഔട്ട് ചെയ്യണം, അംബ്രല്ല പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയണത് അല്ലെ. ഓ ദീസ് ആർ പ്ലേയിങ്, അതും നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്താൽ പറയാം അല്ലെ. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട്, ദോസ് ഗെയിംസ് ആർ ഡിഫിക്കൽട്ട് അല്ലെ. അപ്പൊ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതിനാണ് നമ്മൾ എന്താ, ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏതാ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ദ പ്രോണൗൺസ് വിച്ച് refers to persons or things one at a time. For the reason they are always singular and as such they should be followed by a singular verb. എന്താ, the pronouns which refers to person or thing. ഒരു സമയത്ത് നമുക്ക് ഒരു പേഴ്സണെയോ തിങ്സിനെയോ ഒക്കെ നമ്മൾ സൂചിപ്പിക്കില്ലേ. അപ്പോ അതിനൊക്കെയാണ് നമ്മൾ എന്താ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഇതിൽ എപ്പോഴും മിക്കവും സിംഗുലർ ആയിരിക്കും കേട്ടോ, സിംഗുലേഴ്സ് ആയിരിക്കും. ഇവയ്ക്ക് ശേഷം എപ്പോഴും സിംഗുലർ വെർബ് തന്നെ ആയിരിക്കും വരിക. ഇവിടെ നോക്കി എക്സാമ്പിൾ നോക്കിയേ, ഈച്ച് ഓഫ് us bought the book അല്ലെ, ബുക്ക് ആണ് വന്നേക്കണേ, സിംഗുലർ വെർബ് അല്ലേ. ഓക്കെ, then okay, you can drink either tea or coffee, ഇതൊക്കെ സിംഗുലർ ആണ് അല്ലേ. neither of them is a good player. ഓക്കെ, ഇവിടെ എന്താ, neither ആണല്ലേ. അപ്പൊ ഈച്ച്, either, neither ഇതൊക്കെ വരുമ്പോ എന്താ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. ജസ്റ്റ് എല്ലാം മനസ്സിലാക്കി വെക്കേ. Indefinite pronoun. The pronouns which refer to person or things in general. They do not point out anyone or anything in particular. അല്ലെ, എന്താ, ഒന്നിനെയും പോയിന്റ് ഔട്ട് ചെയ്ത് പറയണമെന്നല്ല ഇത് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത് അല്ലെ. അതെന്തൊക്കെയാ, not anybody, anything, everyone, somebody, nobody, everybody, one, some, etc. അങ്ങനെ പറയും, അങ്ങനെ ഒരുപാടുണ്ടേ. അപ്പൊ എന്താ, ഒന്നിനെ പോയിന്റ് ഔട്ട് ചെയ്യാണ്ട് മൊത്തത്തിൽ പറയുന്നതാണ് നമ്മൾ എന്താ, ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, none of them is bad, ഒരാളെയും പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ല അല്ലെ, മൊത്തത്തിലായിട്ട് പറഞ്ഞു അല്ലെ. one must do one's duties അല്ലെ, അതെന്താ, അവിടെ എന്താ, one ആണ് അല്ലെ, one ആണ് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഇവിടെ എന്താ, some are born late. നെക്സ്റ്റ് ഏതാ, everyone practice for the dance, ഇവിടെ എന്താ, everyone ആണ്. anything is impossible if you believe, അവിടെ ഏതാ, anything ആണ് അല്ലെ. everything is going as planned, അവിടെ ഏതാ, everything ആണ്. നെക്സ്റ്റ് ഏതാ, this reciprocal pronouns. This pronoun is used when two or more people do the same thing അല്ലെ. എന്താ, ഒന്നോ അത് രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ എന്താ, എന്തോ ചെയ്യുന്ന ആക്ഷൻ അല്ലെ, എന്തെങ്കിലും ഒരേ സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ,
ഒരേപോലെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ റെസിപ്രോക്കൽ പ്രോണൗൺ എന്ന് പറയുന്നത്. This pronoun is used when two or more people do the same thing. അല്ലെ? ഒരേപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന്. അപ്പൊ അതിനെന്തൊക്കെയാ? each other, one another എന്ന് പറയാം അല്ലെ? ടീച്ചർ ആൻഡ് മേരി ഹെൽപ്ഡ് ഈച്ച് അതർ അല്ലെ? രണ്ടുപേരും ചെയ്യുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് ഏതാ? they played against one another. ഇതിലും ഒരുപാട് ആൾക്കാര് ഒരേപോലെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലെ? We know each other well. The two sisters loved each other. We should all love one another. Okay. മനസ്സിലാവുന്നില്ലേ? ക്ലാസ് മനസ്സിലാവുന്നില്ലേ? പറയാവോ? മെസ്സേജ് എല്ലാവരും പറയാവോ? ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കുന്നില്ല എല്ലാവരും? അപ്പോ റിപ്ലൈ തരൂ. ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ മതി. നോട്ട്സ് കിട്ടൂട്ടോ, ക്ലാസ് കഴിയുമ്പോ നോട്ട്സ് തരും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഏതാ? ഇന്റർഗേറ്റീവ് പ്രോണൗൺ അല്ലെ? They are also called WH pronouns. This pronoun is used to ask questions. അല്ലെ? ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ് ഇന്റർഗേറ്റീവ് പ്രോണൗൺ. സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അയ്യോ ഒന്നുകൂടെ പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ നോട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, നോട്ട് തരാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ നമ്മ ഒരു ഇതായി അത് മുതലേ പറഞ്ഞേ. ക്ലാസ്സിൽ എപ്പോഴും നേരത്തെ കയറാൻ നോക്കാട്ടോ. ഇന്റർഗേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ? WH പ്രോണൗൺസ്. WH എന്താ? വൈ, വാട്ട്, ഇതൊക്കെ WH ഉള്ളതുകൊണ്ടാ. എന്താ? ഹൂ, ഹൂം, വാട്ട്, വിച്ച്, ഹൂസ് അല്ലെ? ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നൊക്കെയാണ് എന്താ? ഇന്റർഗേറ്റീവ് പ്രോണൗൺ. എന്താ എക്സാമ്പിൾ നോക്കിയേ? വാട്ട് ആർ യു ഡൂയിങ്? ഹു ഇസ് ദിസ് ബുക്ക്? വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് ടു ദ കോളേജ്? വൈ ഡു യു ലീവ്? ഹു ഇസ് ദിസ്? ഇതൊക്കെയാ ക്വസ്റ്റ്യൻസ് ആണല്ലേ? ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുമ്പോ എന്തൊക്കെയാ വരാ? വാട്ട്, ഹൗസ് അല്ലെ? വിച്ച്, വേർ, അതൊക്കെ വരില്ലേ? അപ്പൊ അതൊക്കെയാണ് ഇന്റർഗേറ്റീവ് പ്രോണൗൺ. നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റർഗേറ്റീവ് പ്രോണൗൺ വരെ പഠിച്ചേ അല്ലേ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കോ? കുറച്ചുകൂടി വീട്ടിലല്ല. ഓക്കെ, വേണ്ട. നമുക്ക് എന്താ റിലേറ്റീവ് പ്രോണൗണിലേക്ക് പോവാം. റിലേറ്റീവ് പ്രോണൗൺ എന്താ? Relative pronouns are used to relate one part of the sentence to another. എന്താ? കണ്ടിന്യൂഷൻ ആണെന്ന് പറയാം നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ. ഒരു ഫസ്റ്റത്തെ പാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന കണക്ഷൻ ആണ് അല്ലെ? ഫസ്റ്റ് സെന്റൻസ് തുടങ്ങിയിട്ട് ഒരു കണക്ഷൻ വേണം അല്ലെ? എപ്പോഴും സെക്കൻഡ് പാർട്ടിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ ആണ് നമുക്കിപ്പോ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. അപ്പൊ ഇതാ റിലേറ്റീവ് പ്രോണൗൺസ് ആർ യൂസ്ഡ് ടു റിലേറ്റ് അല്ലെ? റിലേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ? ഫസ്റ്റ് പാർട്ടിന് സെക്കൻഡ് പാർട്ടായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ? അപ്പോ റിലേറ്റ് വൺ പാർട്ട് ഓഫ് ദ സെന്റൻസ് ടു അനദർ പാർട്ട്, അങ്ങനെയല്ലേ? അപ്പൊ എന്താ അവിടെ വരുന്ന എന്തൊക്കെയാ വേർഡ്സ് നോക്കിയേ? ദാറ്റ്, വിച്ച്, വെയർ, വെൻ, വൈ, വാട്ട്, ഹൂം എക്സെട്ര, അങ്ങനെ കുറച്ച് വേർഡ്സ് വരും ഒരു ഫസ്റ്റ് പാർട്ടിനെ സെക്കൻഡ് പാർട്ടായിട്ട് റിലേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെ? This pronoun is used after the noun അല്ലെ? നൗണിന് ശേഷമാണ് നമ്മൾ ഈ പ്രോണൗൺ യൂസ് ചെയ്യുക. ഏത് പ്രോണൗൺ? റിലേറ്റീവ് പ്രോണൗൺ. ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കാം. ഇപ്പോ ഹൂ, ഹൂം, ദാറ്റ് എന്നൊക്കെ പറയണത് നമുക്ക് പീപ്പിൾസിനെ പറയാം അല്ലെ? ആൾക്കാരെ നമുക്ക് അങ്ങനെ പറയാം. ചിലപ്പോ ഹൂ എന്ന് ഉപയോഗിക്കാം, ചില സ്ഥലത്ത് ഹൂം ഉപയോഗിക്കാം അല്ലെ? ചില സ്ഥലത്ത് ദാറ്റ് ഉപയോഗിക്കാം അല്ലെ? ഇതൊക്കെ ഒന്ന് ശരിക്കും ഇതൊന്ന് ഓർത്തോ പഠിച്ചോ ഒക്കെ വെക്കാട്ടോ എങ്ങനെയൊക്കെയാ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. സോ ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ ഹൂ, ഹൂം, ദാറ്റ് ഒക്കെ എന്താ? പീപ്പിളിനെ പറയാം അല്ലെ? അപ്പൊ എക്സാമ്പിൾ നോക്കിയേ. ദിസ് ഈസ് ദ ലേഡി. ഹൂ അല്ലെങ്കിൽ ദാറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം കേട്ടോ. ദിസ് ഇസ് ദ ലേഡി ഹൂ ഹെൽപ്ഡ് മീ. നമുക്ക് ഇൻഫോർമൽ ആയിട്ടൊക്കെ പറയുമ്പോൾ ഹൂ ഒക്കെ ഉപയോഗിച്ച് പറയാം. നമുക്ക് ജസ്റ്റ് കോൺവെർസേഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ദാറ്റ് ഒക്കെ ഉപയോഗിക്കാറോ അല്ലെ? അപ്പൊ എന്താ? നമുക്ക് അവിടെ ഹൂവും ദാറ്റും യൂസ് ചെയ്യാം.
നെക്സ്റ്റ് ഏതാ? ദീസ് ആർ ദ പീപ്പിൾ ഹു ഓർ ദാറ്റ് വാട്ട് ഹൗസ്. അല്ലേ? മനസ്സിലായില്ലേ? ദീസ് ആർ ദ പീപ്പിൾ ഹു ഓർ ദാറ്റ്. അവിടെ ഹു ഉപയോഗിക്കാം, നമുക്ക് ചിലവ് ദാറ്റ് ഉപയോഗിക്കാം. ഷീ ഈസ് ദ ഗേൾ ഹൂം ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. അവിടെ എന്താ? ഹൂം അല്ലേ? അതെന്തുകൊണ്ടാ വന്നേന്നറിയോ? എന്നുവെച്ചാല് എപ്പോഴും എന്താ പറയാ, പ്രോണൗണിന് ശേഷമാണ് എപ്പോഴും എന്താ നൗണ് വരാ അല്ലെ? ഒരു ഷീ ആണ്. ഷീ ആണ് ഇവിടെ പ്രോണൗൺ അല്ലെ? അപ്പോ ഹൂം പ്രോണൗണിന് ശേഷം വന്നു. ഷീ ഈസ് ദ ഗേൾ ഹൂം ഐ ഹെൽപ്ഡ് യെസ്റ്റർഡേ. അപ്പൊ ഹൂം, ഹൂ, ദാറ്റ് എങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? നെക്സ്റ്റ് നോക്കാം. ദാറ്റ്, ഹൂസ്. ദാറ്റും ഹൂസും നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം. പേഴ്സൺ ആയാലും അനിമൽ ആയാലും തിങ്സ് ആയാലും ഒക്കെ നമുക്ക് ഈ ദാറ്റും ഹൂസ് ഒക്കെ ഉപയോഗിക്കാം. അതെങ്ങനെ വേണ്ടി നോക്കി. ദ ബെഞ്ച് ഹൂസ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർ അല്ലെ? എന്താ ബെഞ്ചിന്റെ എന്താ കാലുകൾ ഒടിഞ്ഞല്ലേ? അപ്പൊ അതിന് നമുക്ക് എന്താ ഹൂസ് ലെഗ്സ് എന്ന് പറയാം അല്ലെ? മസ്റ്റ് ബി റിപ്പയർഡ്. അവിടെ എന്താ വന്നേ? ബെഞ്ച് എന്താ വന്നേ? ഒരു തിങ് അല്ലേ? ഒരു വസ്തു അല്ലേ? നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ. ദിസ് ഇസ് മൈ ഫ്രണ്ട് ഹൂസ് ഫാദർ ഇസ് എ ഡോക്ടർ. അവിടെ എന്തൊരു പേഴ്സൺ ആണ് വന്നത് അല്ലേ? അപ്പൊ അവിടെ നമ്മ നോട്ട് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതല്ല കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഞാൻ ചോദിച്ചു നിങ്ങളോട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ വരലേ എടുത്തേന്നാ ചോദിച്ചത്. അപ്പോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. കാരണം നമ്മുടെ പ്രോണൗൺ കഴിഞ്ഞിട്ടായിരുന്നില്ല. ഓക്കെ, ലാസ്റ്റ് പ്രോണൗൺ ആണ് ഈ റിലേറ്റീവ് പ്രോണൗൺ. ഈ നോട്ട് നിങ്ങൾക്ക് തരും. അപ്പൊ ഒറ്റ നോട്ടായിരിക്കും. പ്രോണൗൺ മൊത്തം നിങ്ങൾക്ക് ഒറ്റ നോട്ടിൽ കിട്ടും. ഓക്കെ, സ്പീഡ് ഓർക്കണം. ഓക്കെ, ഞാൻ സ്പീഡ് കൂട്ടിയത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ് നമ്മൾ ഇത്തവണയും പറഞ്ഞത്. അതായത് ഈ പ്രോണൗൺ ഒക്കെ നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. അപ്പൊ ഇതൊന്ന് വേഗം സ്പീഡിൽ പോയതാ. ഓക്കെ, ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാനത് കുറച്ച് സ്പീഡിൽ പോയത്. ഇനി നമ്മൾ പോർഷൻസ് കവർ ആവില്ല, അതുകൊണ്ടാണ്. അപ്പോ ഇനി ഈ ക്ലാസ്സിൽ ശരിക്കും എടുക്കേണ്ടത് റിലേറ്റീവ് പ്രോണൗൺ ആണ്. കറക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം മുതലേ എടുത്തത്. അപ്പൊ ഈ റിലേറ്റീവ് പ്രോണൗൺ ശ്രദ്ധിച്ചിരിക്കും. ഞാനിപ്പോ സ്ലോവിലല്ലേ പോവാ. ശ്രദ്ധിച്ചിരിക്കേ. അപ്പോ ദാറ്റും ഹൂസും ഉപയോഗിക്കണം നമ്മൾ പഠിച്ചില്ലേ? ഇനി വിച്ച് ദാറ്റ്. വിച്ച് ദാറ്റ് എന്തൊക്കെയൊക്കെ ഉപയോഗിക്കാം? അനിമൽസും അല്ലെങ്കിൽ തിങ്സിനൊക്കെ നമുക്ക് വിച്ച് ദാറ്റ് ഒക്കെ യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ എന്താ? ദിസ് ഇസ് ദ ഡോഗ്. അവിടെ എന്താ? വിച്ച് നമുക്ക് യൂസ് ചെയ്യാം, ദാറ്റും യൂസ് ചെയ്യാം അല്ലെ? അപ്പോ ദിസ് ഇസ് ദ ഡോഗ് ഐ ബോട്ട് യെസ്റ്റർഡേ. അപ്പോ ദിസ് ദ ഡോഗ് വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. നെക്സ്റ്റ് നോക്കിയേ. ദിസ് ഈസ് ദ കേക്ക് വിച്ച് ഓർ ദാറ്റ് സിമി മെയ്ഡ്. അവിടെ നമുക്ക് വിച്ചോ ദാറ്റോ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ. വാട്ട്. വാട്ട് എന്തിനാ വരാ? തിങ്സിന് വരും അല്ലെ? ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു നോ. വാട്ട് സൈസ് ഷൂസ് ഡു യു ടേക്ക്. തിങ്സിന് ഇപ്പോ ഇവിടെ വന്നത് എന്തൊക്കെയാ? സൈസ് അല്ലെ? സൈസ് ഷൂസ് അല്ലെ? അപ്പൊ ഇവിടേക്ക് വാട്ട് യൂസ് ചെയ്യാം നമുക്ക്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നോട്ട് തരുമ്പോ നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോ ഏകദേശം ഒരു കണക്ഷൻ കിട്ടും. ഇത് ഹൂം, ഹൂം ഇതൊക്കെ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു സിമ്പിൾ നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെക്കാം. നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഞാനിപ്പോ ഓരോന്നും കറക്റ്റ് ഇതായിട്ട് പറയണേ. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോ എന്താ വിച്ച് ദാറ്റ്. ഇപ്പോ ദാറ്റും വേറെ ഇതിലൊക്കെ വരുന്നുണ്ട് അല്ലെ? ഇവിടെയും ദാറ്റ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താ? ദാറ്റ് കോമൺ ആയിട്ട് നമുക്ക് എന്തിനു യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതൊന്ന് നോട്ട്സ് എഴുതിയോ ഒക്കെ വെക്കാം. അപ്പൊ കുറച്ചുകൂടി പെട്ടെന്ന് ക്ലിയർ ആവും. കൺഫ്യൂഷൻ ആയോ? എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടോ? നൗൺ നോട്ട് കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാനെടുക്കുന്ന ഈ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് തരും. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എന്താണോ അതാണ് നിങ്ങൾക്ക് നോട്ടിൽ തരാ. നിങ്ങൾക്ക് എന്തായാലും തരും. ഇംഗ്ലീഷ് നോട്ട് കിട്ടിയിട്ടില്ലേ? ഓക്കെ, ഒന്നും കിട്ടിയിട്ടില്ല. ഇംഗ്ലീഷിനെ ഒന്നും കിട്ടിയിട്ടില്ല. പെട്ടെന്ന് തരുമോ? ഞാനത് പറയാം. ഞാനത് ടെക്നിക്കൽ പറയാം കേട്ടോ. ഒരു നോട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോ നമ്മ പാർട്സ് ഓഫ് സ്പീച്ച് ഒന്നും കിട്ടിയിട്ടില്ല. ഫസ്റ്റ് തുടങ്ങിയ പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ?
PDF മുൻകൂട്ടി തരാത്ത എന്താ ഇപ്പൊ ഇത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും ഫസ്റ്റ്. അതുമല്ല ഇതിലിപ്പോ എന്തെങ്കിലും മിസ്റ്റേക്സോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്യണം. അപ്പോ ചിലപ്പോൾ സ്ക്രീനിൽ കാണുമ്പോഴേക്കുള്ള മിസ്റ്റേക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ അത് ക്ലിയർ ചെയ്തില്ല എനിക്ക് തരാൻ പറ്റുള്ളൂ. അതുമല്ല എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് നേരത്തെ മുൻകൂട്ടി നോട്ട് തരാത്തെ. അപ്പൊ നിങ്ങളത് പറയുമ്പോൾ എനിക്കത് ആഡ് ചെയ്യാം. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. അതാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ലത്. ഐഡിയ കിട്ടുന്നില്ല, അതാണ് ഞാൻ പറയാം. ഫസ്റ്റ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കേ. അപ്പൊ നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോ കുറച്ചുകൂടെ ക്ലിയർ ആവും. നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ചൊക്കെ നോക്കി വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. PDF അവരെ ആയിക്കോട്ടെ, നമുക്ക് അയച്ചു തരും കേട്ടാ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. ഈ കൺഫ്യൂഷൻ ഉള്ളത് നിങ്ങൾക്ക് നോട്ട് കയ്യിൽ കിട്ടുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിപ്പോ ഞാനിങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണതാണ്. മോക്ക് ടെസ്റ്റ് ഇപ്പൊ ഇത് കഴിയുമ്പോ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചിരിക്കേ. ഓക്കെ, ഇനി നോക്കി ഇവിടെ നൗൺ പ്ലസ് ഡാഷ് പ്ലസ് വെർബ്. അവിടെ എന്താ നൗണിന് ശേഷവും വെർബിന് മുമ്പും നമുക്ക് എന്താ ഹൂ ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കി, ദ മ്യൂസിഷ്യൻ ഡാഷ് റോട്ട് ദിസ് സോങ്. അവിടെ എന്താ വരാ? ഇവിടെ നൗൺ ഏതാ? മ്യൂസിഷ്യൻ ആണല്ലേ. വെർബോ റോട്ട് ആണ് അല്ലേ. അപ്പോ അവിടെ എന്താ വരാ? ഹൂ വരും അല്ലെ. ദ മ്യൂസിഷ്യൻ ഹൂ റോട്ട് ദിസ് സോങ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഞാനിത് ഇങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തെ. നമ്മൾ സാധാരണ ഒരു ഇംഗ്ലീഷ് സെന്റൻസ് കണ്ടാലും നിങ്ങൾക്ക് അതിനകത്ത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഏതാണ് അവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരാം. ഗ്രാമർ അല്ലേ, അപ്പൊ അതിന്റെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് സെന്റൻസ് വരുന്നത് ക്ലിയർ ആവും. ഇപ്പൊ നിങ്ങൾ ഇത് നോക്കി, ഇവിടെ ഡാഷ് കളഞ്ഞിട്ട് നോക്കി. ഇപ്പൊ ഞാൻ പറയുന്നത് ദ വുമൺ ഹു കോൾഡ് യെസ്റ്റർഡേ വാട്ട്സ് ദ ഹൗസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും അല്ലെ ഹു ആണ് അല്ലെ. ഞാൻ ഡാഷ് ഒക്കെ ഇട്ട് വരുമ്പോ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരും. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരാണ്ട് നോക്ക്. ദ വുമൺ ഹു കോൾഡ് യെസ്റ്റർഡേ വാണ്ട്സ് ടു ദ ഹൗസ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നൗണിന് ശേഷവും വെർബിന് മുൻപേ ആയിരിക്കും എന്താ ഹൂ വരാം എന്ന് ചിന്തിക്കുക. ഇതൊക്കെ ഏകദേശം പഠിച്ചെങ്കിലും വെക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നോക്കിയേ, നൗൺ ഒരു പേഴ്സൺ ആണെങ്കിൽ നൗണിന് ശേഷം പിന്നെ ഓക്സിലറി വെർബും വന്നാൽ അതിന് മുൻപ് ഹൂ തന്നെ ഉപയോഗിക്കണം. ഇവിടെ എന്താ ദ നൗൺ തന്നെ എന്താ ഒരു പേഴ്സൺ ആണ്. ദ മാൻ ആണ് അല്ലെ. ദ മാൻ ഡാഷ് ഈസ് സിംഗിങ് ഈസ് ദിവ്യാസ് ഫാദർ അല്ലെ. എന്താ ഈ പാട്ട് പാടുന്നത് ആരാണ്? ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടാ. നിങ്ങൾ മലയാളം മീനിങ് എന്നുള്ളത് നോക്കി. ഒരു വ്യക്തി അല്ലെ, ഒരു വ്യക്തി അവിടെ പാട്ട് പാടുന്നുണ്ട് അല്ലെ. അത് ദിവ്യാസ് ഫാദർ ആണെന്ന് പറഞ്ഞു. അത് ആരാണെന്ന് ചോദിക്കണമെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ വേണ്ടേ. ക്വസ്റ്റ്യൻ അവിടെ ഒരു വേർഡ് വേണ്ടേ. ആ വേർഡ് എന്താ? ഹൂ ആണ്. ഹൂ മീൻസ് എന്താ? ആര് എന്നല്ലേ. But the man who singing is Divya's father. അല്ലെ. ഈസ് എന്താ അവിടെ? ഓക്സിലറി വെർബ് ആണ് അല്ലെ. അപ്പോ നൗൺ പേഴ്സൺ പ്ലസ് എന്താ ഹൂ വന്ന അല്ലെ. കൂടെ ഓക്സിലറി വെർബ് ആയിരിക്കണം. നെക്സ്റ്റ് നോക്കിയേ, സാം എന്താ നൗൺ ആണ്. ഈസ് എന്താണ്? ഓക്സിലറി നൗൺ ആണ്. അപ്പൊ സെന്ററിൽ എന്താ വരാ? ഹൂ വരും അല്ലെ. അപ്പൊ സാം ഹൂ ഈസ് എ ഡോക്ടർ ഈസ് റിയലി good at art. Clear? Next നോക്കി, ഇപ്പൊ നൗൺ പേഴ്സൺ പറഞ്ഞു. ഇനി നൗൺ പേഴ്സൺ അല്ല എന്ന് വെച്ചോട്ടോ. നൗൺ പേഴ്സൺ അല്ല പ്ലസ് വെർബ് ആണ് വന്നിരിക്കെങ്കിൽ എന്താ? വിച്ച് ഓർ ദാറ്റ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. This is the picture dash was painted by Raja Ravivarma. അവിടെ എന്ത് വരാ? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കി, രമേശ് killed the കണ്ടുപിടി മിസ്റ്റേക്ക് ഉണ്ട്. killed the snake dash with his father. അവിടെ എന്താ? ഒരു തിങ്ക് ആണ് അല്ലെ. അതൊരു പേഴ്സൺ ഒന്നല്ല അല്ലെ. അപ്പൊ നമുക്ക് അവിടെ വിച്ച് അല്ലെങ്കിൽ എന്താ ദാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ, ജപ്പാൻ.
അവിടെ എന്താ വരാ? ഡാഷ് ആണ് ഫസ്റ്റ്. ഡാഷ് പ്ലസ് നൗൺ അല്ലെ? നൗണിന് മുൻപ് ഇവിടെ നൗൺ ഏതാ? സിറ്റിസൺ ആണ് അല്ലെ? അപ്പോ ജപ്പാൻ ഈസ് എ കൺട്രി ഡാഷ് സിറ്റിസൺ ആർ വെരി ഹാർഡ് വർക്കിംഗ്. അവിടെ എന്താ വരാ? ഹൂസ് വരാ അല്ലെ? നെക്സ്റ്റ് നോക്കി, ഡു യു നോ ദ ബോയ് ഡാഷ് മദർ ഈസ് എ നേഴ്സ്. എന്താ? ഹൂസ് വരും. അപ്പൊ നൗണിന് മുൻപാണ് എന്താ വരാ? ഹൂസ് വരാ അല്ലെ? ഓക്കെ. ഇപ്പോ പ്രോണൗണിന് മുൻപാണെങ്കിലോ? ഇപ്പൊ നൗണിന് മുൻപ് ഈ ഹൂസ് വരും എന്ന് പറഞ്ഞു. പ്രോണൗണിന് മുൻപാണെങ്കിൽ എന്ത് വരും? ഹൂം വരും. അപ്പൊ എന്താ? എക്സാമ്പിൾ നോക്കി, ദ സ്റ്റുഡൻസ് ഡാഷ് ഐ ടീച്ച് ആർ വെരി ഇന്റലിജന്റ്. അവിടെ എന്താ വരാ? ഹൂം വരും അല്ലെ? നെക്സ്റ്റ് നോക്കി, ഹീസ് ദ മാൻ whom I met in London. Tell me the name of the boy whom you want to marry. അല്ലേ? Whom അതോ? നെക്സ്റ്റ് ഓക്കെ, noun പ്ലസ് preposition പ്ലസ് dash അല്ലേ? അപ്പൊ ഇവിടെ എന്താ? whom ഉപയോഗിക്കാം. അപ്പൊ whom അപ്പൊ എന്താ? രണ്ട് സ്ഥലത്ത് വന്നു. അപ്പൊ ഈ രണ്ട് സ്ഥലവും നിങ്ങൾ കറക്റ്റ് ആയിട്ടത് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഒരെണ്ണം എന്താ? പ്രോണൗണിന്റെ മുൻപ് വരും എന്ന് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് നോക്കി, പ്രപ്പോസിഷനും നൗണിന് പ്രപ്പോസിഷന് ശേഷം വരും എന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ എന്താ? ഒന്ന് മനസ്സിലാക്കി വെക്കുക. പഠിക്കണം എന്തായാലും കേട്ടാ. ഇന്നതുപോലെ വരും, ഇവിടെ ഇതാണ് ചേർക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. നോട്ട് ചെയ്തപ്പോൾ ഇത് പഠിച്ചു വെച്ചിട്ട് എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് തോന്നും. അപ്പൊ ഞാൻ പറയുമ്പോൾ ഇതിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് തോന്നും കേട്ടാ. അപ്പൊ എന്താ? നോൺ പ്ലസ് പ്രപ്പോസിഷൻ അല്ലെ? ദ ടീച്ചർ ഫ്രം ഒക്കെ എന്ത് ചെയ്യാ? പ്രപ്പോസിഷൻസ് ആണ്. അപ്പൊ എന്താ? ടീച്ചർ ഫ്രം whom I studied English is the best teacher in India. അല്ലേ? നെക്സ്റ്റ് നോക്കി, that is the boy with whom I play football. Okay, clear. Next, noun, not personal. പേഴ്സണൽ അല്ല ഉദ്ദേശിക്കുന്നത്, തിങ്കോ എന്തോ ആവാം. അപ്പൊ അതിന്റെ കൂടെ പ്രപ്പോസിഷൻ വന്നാലോ? ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഒരു പേഴ്സണെയാണ്. നോൺ പ്ലസ് പ്രപ്പോസിഷൻ പറഞ്ഞത് പേഴ്സൺ ആണ്. പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എന്താ? ഹൂം ഉപയോഗിക്കും എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ പേഴ്സൺ അല്ല തിങ്ക് എന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ എന്താ? വിച്ച് ഉപയോഗിക്കും. അപ്പോ നോൺ പേഴ്സൺ അല്ല എങ്കിൽ അതിന്റെ കൂടെ പ്രപ്പോസിഷൻ വന്നാല് ശേഷം എന്താ? വിച്ച് ഉപയോഗിക്കാം. ദ ബുക്ക് എന്ന് പറയുന്നത് ഒരു തിങ്ക് ആണ് അല്ലെ? അപ്പൊ ദ ബുക്ക് ഫ്രം എന്ന പ്രപ്പോസിഷൻ ആണ്. അപ്പൊ ദ ബുക്ക് ഫ്രം അപ്പൊ എന്താ വരും? വിച്ച് വരും അല്ലെ? വിച്ച് ഐ സ്റ്റഡീഡ് ദിസ് ഈസ് ദ ടാലന്റ് ഡ്രം ഫയർ. നെക്സ്റ്റ് നോക്കി, ദിസ് ഈസ് ദ ബുക്ക് ഇൻ വിച്ച് ഗസ്റ്റ് ക്യാൻ റൈറ്റ് ദർ നെയിംസ് അല്ലെ? നെക്സ്റ്റ് നോക്കി, ദിസ് ഈസ് ദ ടൈം ബൈ വിച്ച് വി മസ്റ്റ് സ്റ്റോപ്പ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, സബ്ജക്ട് പേഴ്സൺ അല്ലെങ്കിൽ തിങ്ക് ഓർ അനിമൽ. അതിനുശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദാറ്റ് ഉപയോഗിക്കാം. ഇപ്പോ സബ്ജക്റ്റോ പേഴ്സണോ തിങ്കോ അല്ലെങ്കിൽ അനിമലോ എന്തോ ആവട്ടെ, അതിനുശേഷം നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. ഫുഡ് എന്താ? തിങ്ക് ആണ്. ദ ലാമ്പ് തിങ്ക് ആണ് അല്ലെ? ദ ഫുഡ് ദാറ്റ് ഷി കുക്ക്ഡ് യെസ്റ്റർഡേ. ദ ലാമ്പ് that was in the room was broken. Clear അല്ലേ? ഇപ്പൊ പ്രോണൗൺ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പ്രോണൗൺ എന്ന് പറയുന്നത്. പ്രോണൗൺ 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അതിന്റെ നോട്ട്സ് ഒക്കെ ഉണ്ട്. എല്ലാം ക്ലിയർ ആയി? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലാസ് എടുത്തൊക്കെ മനസ്സിലായോ? പറയൂ, മനസ്സിലായോ? മനസ്സിലായോ? പറയൂ, മെസ്സേജ്. നോ, മനസ്സിലായില്ലേ? യെസ് മാം. ദെൻ പറയൂ. നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കണം. യെസ്, ഓക്കെ. ദെൻ വേറെ ആർക്കും മനസ്സിലായില്ലെന്നാ പറയുന്നേ? യെസ്,
Yes. Yes. Clear. Okay. Clear ആയി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും കേട്ടോ. നോട്ട്സ് തരുമ്പോ നിങ്ങൾ നല്ലോണം നോക്കുക, പഠിക്കുക. മനസ്സിലാക്കി പഠിക്കാം. ബൈ ഹാർട്ട് ചെയ്യേണ്ടത് ബൈ ഹാർട്ട് ചെയ്യാം. ബാക്കിയൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ചെറിയ ചെറിയ ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക് എന്നാലേ. രാമ ആൻഡ് ഡാഷ് വേർ പ്രസന്റ്. ഇവിടെ എന്താ വരാ? ഐ വരോ, മീ വരോ, മൈൻ വരോ, അവർ വരോ? ആൻഡ് എന്താ വരാ? ആൻസർ ചെയ്യുമോന്ന്? Command answer I. Next I. Okay. Good man. I were present. Next നോക്കാം. അതുപോലെ ആൻസർ എല്ലാവരും പറയണേ, മെസ്സേജ് പറയണേ. നെക്സ്റ്റ് നോക്കി. I blame dash for any errors on this website. എന്താ പറയാ? I blame. എന്താ പറയാ? Myself ആണോ, itself ആണോ, yourself ആണോ, ourself ആണോ? Okay. ഏതാ? myself. ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ആരും പറയുന്നില്ല. myself. Okay, correct. Myself ആണ്. My uncle invited my brother and dash to dinner. എന്താ? My uncle invited my brother and me. Yeah, correct. Yes. Next, the machine will turn off by. എന്താ വരാ? Turn off by. The machine will turn off by yourself, oneself, myself, itself. Itself. എന്തുകൊണ്ടാ? think ആണല്ലേ. think നമ്മൾ it ഉപയോഗിക്കും. Itself. Shobha heard herself is എന്താ? ഏത് noun ആയിട്ട് വരും? Shobha heard herself. Heard herself. Confusion. Shobha heard herself. A ആണോ? Yeah, mistake. ഇതാണ് mistake. C. Clear ആയില്ല. അപ്പൊ എയും സി അല്ലെങ്കിൽ ബി അല്ലേ? ഓക്കെ, ബി ആണ് കറക്റ്റ് ആൻസർ. റിഫ്ലെക്സീവ് ആണ്. എന്തുകൊണ്ടാണ്? രണ്ടെണ്ണം വന്നില്ല. അപ്പൊ ഹെർസെൽഫ് എന്നാണ് വന്നെങ്കിൽ എന്താ? എംഫാറ്റിക് ആണെന്ന് പറയാം അല്ലേ? അങ്ങനെയല്ല വന്നേ, ഹെർസെൽഫ് മാത്രമല്ലേ വന്നേ. അപ്പൊ റിഫ്ലെക്സീവ് ആണ്. Shobha heard herself is reflexive. Okay, clear? Next, Paul lives dash in Canada. എവിടെയാ? Anywhere, not here, somewhere, nothing. ഇതൊക്കെ ഓപ്ഷനേ വേണ്ടല്ലേ? ക്ലിയർ ആയില്ലേ? മനസ്സിലല്ലേ ആൻസർ? Paul lives somewhere in Canada. Okay, correct. Dash came here yesterday. Dash came here yesterday. എന്താ പറയാ? Which goes forward. Dash came here yesterday. Came here yesterday. See, who ആണ് അല്ലേ? Who? Yeah, correct. Next, dash is my favorite teddy bear. Teddy bear. ഒരു ടെഡി ബിയറേ ഉള്ളൂ, അതൊരു വസ്തുവും കൂടിയാണ്. അപ്പൊ എന്താ? That. ഏയോ? This is my teddy bear. Okay, correct ആണ്. എനിക്ക് ആ മിസ്റ്റേക്ക് വന്നു. This ആണ്. This is my favorite teddy bear. This, so that നമുക്ക് യൂസ് ചെയ്യാം ഇതില് അല്ലേ? ശരിയാണ്. അവിടെയാണെന്ന് പറയാം, എവിടെയുണ്ടെന്ന് പറയാം അല്ലെ? ഓക്കെ, മനസ്സിലായല്ലോ എന്തായാലും. നിങ്ങൾക്കത് ഉപയോഗിക്കേണ്ടത് മനസ്സിലായില്ലേ? അതിന് വേണ്ടിയാണ് ഈ എക്സാമ്പിൾസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. യു ക്യാൻ ടേക്ക് dash of these two shirt. You can take. You can take dash of these two shirt. ഏയാണോ?
ഏതാണ്? either ആണ് ഇവിടെ വരാ ട്ടാ. You can take either of these two shirt. ഈ ഷർട്ട് ഏതെങ്കിലും ഒന്നല്ലേ, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാന്നല്ലേ പറയാം. You can take either of these two shirt. ഈച്ച് എന്ന് പറയുമ്പോൾ ഓരോന്നും അല്ലേ മീനിങ് വരാ. ഈച്ചിന്റെ മീനിങ് എന്താ? ഓരോന്നും. either ആണെങ്കിലോ ഒന്നുകിൽ അല്ലേ, മീനിങ് എഴുതിയെങ്കിലും വെക്കണേ. അപ്പൊ എന്താ പറയാ? You can take either of these two shirt. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം അല്ലേ പറയാം. Okay, next. Tom is wearing a belt. Dash belt is brown. Kiss. Fast answer. Very good. Next, okay. The doctor from Dash, we got the preposition is well-known physician. Prescription and the preposition are mistaken day. Perception ആണ് കണ്ടോ, ഈ മിസ്റ്റേക്ക് ഒക്കെ തിരുത്തണം. പെർസെപ്ഷൻ പ്രിസ്ക്രിപ്ഷൻ ആണ്. Okay. The doctor from Dash we got prescription is well known physician. അതെന്താ വരാ? The doctor from Dash we അവിടെ ഏതാ വരാ? ഹൂം അല്ലേ വരാ? ഹൂമാ വരാട്ടാ. അത് നോക്കി നിങ്ങള്. ഇപ്പോ വി പ്രോണൗൺ ആണ്. അപ്പൊ പ്രോണൗണിൽ മുന്നെന്താ ഉപയോഗിക്കുന്ന പറഞ്ഞേ? ഹൂമാണ് ഉപയോഗിക്കുന്ന പറഞ്ഞേ. ഓർത്ത് വെക്കണേ. ഹൂം ഉപയോഗിക്കാന്ന് പറഞ്ഞു. ജസ്റ്റ് അങ്ങനെ ഒരു വേ ആണത്. പക്ഷെ എന്താ, വി പ്രോണൗണിന് മുന്നേ ഹൂം ഉപയോഗിക്കുമെന്ന് പറയുന്നു. വേറൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, പ്രപ്പോസിഷന് ശേഷവും ഹൂം ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ എന്താ, ഫ്രം എന്ന് പറയുന്ന പ്രപ്പോസിഷനുമാണ്, വി എന്ന് പറയുന്ന പ്രോണൗൺ ആണ് അല്ലെ. അപ്പൊ പ്രോണൗണിന് മുൻപും പ്രപ്പോസിഷന് ശേഷവും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹൂം ആണ് ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ എന്താ ആൻസർ? ഡി ആ വരാം. ഡി ഏതാ കേട്ടാ? ഹൂം ആണ് വരാ. നെക്സ്റ്റ്, ഓക്കെ. എവരിബഡി നോസ് Dash favor he enjoys. B. First you will see. That favor la whose favor ആണ് വരാ. Whose ആ വരാട്ടാ. ഇവിടെ noun ആണ്. Favor is a noun. Noun മുന്നേ എന്താ? whose ആ വരാ. Okay. Next. We always like boys that speak the truth. The boy on the whom, whose, which, who. Just now word in the pattern, okay. We always like boys who speak. Who speak the truth? Who speak the truth? Yeah. Who are? Next, he's a man that you can trust. He's a man that he's a man that you can trust. ഇവിടെ നോക്കിയേ, ഇവിടെ മിസ്റ്റേക്ക് വേണ്ട നോക്കിയേ. ഇവിടെ എന്താ? Yeah, correct. അപ്പൊ whom എവിടെ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഇപ്പോ? യു എന്താ? പ്രോണൗൺ ആണ് അല്ലെ. പ്രോണൗൺ മുന്നെന്താ? ഹൂം ഉപയോഗിക്കണം. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയേ. The puppy dash I rescued was a black one. പപ്പിയാണ്, അനിമൽ ആണ്. അപ്പൊ എന്താ പറയാ? അവിടെ എന്താ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്? അനിമൽ ആണെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ എന്താ? വിച്ച് ആണ്. കറക്റ്റ്. വിച്ച് യൂസ് ചെയ്യാം. The bench dash legs are broken must be repaired. ഇവിടെ എന്താ പറയാ? ബെഞ്ച് എന്നുള്ള എന്താ? തിങ്ക് ആണ്. ബി ഹൂസ് ആണ്. കറക്റ്റ്. എന്തുകൊണ്ടാ? നൗൺ ആണ് അല്ലേ ഇവിടെ വന്നേ. നൗണിന് മുൻപ് ലെഗ് എന്ന് പറയുന്ന നൗൺ ആണ്. നൗണിന് മുൻപ്
കാണുന്നതിന് മുൻപ് എന്താ പൂസ വരാം. കറക്റ്റ്. Then dash are you working for now? Question ആണേ. Dash are you working for now? What are you working for now? അല്ലെ what ആണ് what ആണ് what are you working for now? Next, this is the place dash I live. Place ആണ് അവിടെ വന്നിരിക്കുന്നത്, സ്ഥലമാണ് വന്നിരിക്കുന്നത്. സ്ഥലത്തിന് എന്താ പറയാ when, where, what, who. Where, correct. അപ്പോ this is the place where I live എന്ന് വരും. Here is a book dash contains picture. Picture book ആണ് വന്നിരിക്കുന്നത്. Which ആണ് വന്നിരിക്കുന്നത്? Which ആണ് അവിടെ അല്ലെ? ബുക്ക് ആണ് വന്നിരിക്കുന്നത് അല്ലെ? തിങ്ക് ആണ്. Here is a book. തിങ്ക് ആണെങ്കിൽ നമുക്ക് which അല്ലെങ്കിൽ that യൂസ് ചെയ്യാവുന്നതാണ് പറഞ്ഞത്. അപ്പൊ here is a book which contains picture. Correct. Then we saw the dog dash worried the cat. Dog ആണ്, തിങ്ക് ആണ്, അനിമൽ ആണ്. അനിമൽ ആണെങ്കിൽ നമുക്ക് അവിടെ which അല്ലെങ്കിൽ that യൂസ് ചെയ്യാം. That. അപ്പോ we saw the dog that worried the cat. That ആണ്, B ആണ് ആൻസർ. ഓക്കെ, ഇവിടെ ആൻസർ ഉണ്ട്. ക്ലിയർ അല്ലേ? പ്രോണോൺ കഴിഞ്ഞു. ക്ലിയർ ആണോ? അപ്പോ എല്ലാവർക്കും പ്രോണോൺ എന്താണെന്ന് മനസ്സിലായോ? ക്ലാസ് എടുത്തത് മനസ്സിലായോ? ഇനി ഒന്നുകൂടെ പറയില്ല കേട്ടോ. നമ്മൾ 2 പ്രാവശ്യം നമ്മൾ പറഞ്ഞു, എനിക്ക് അറിയില്ലേ. ക്ലാസ് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നോട്ട് നമുക്ക് പഠിക്കുക. നോട്ട് തരാൻ പറയാം ഞാൻ പെട്ടെന്ന്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് അഡ്ജക്റ്റീവ്സ് ആണ്. എല്ലാ ക്ലാസ്സിലും തരാൻ പറയാട്ടോ. നോട്ട് ഞാൻ പറയാം എല്ലാ ക്ലാസ്സിലും. നമ്മൾ പഠിച്ചിട്ട് പാർട്സ് ഓഫ് സ്പീച്ച്, അതിൽ നൗണ് അല്ലെ, പ്രോണോണ്, ഈ 2 നോട്ട്സും തരാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ആണേ നെക്സ്റ്റ് ടോപ്പിക് ആണേ. ഓക്കെ, ക്ലിയർ? ശ്രദ്ധിച്ചിരിക്കുക. മുൻകൂട്ടി തരാൻ പറ്റില്ല, ഇതിൽ കാര്യം മിസ്റ്റേക്സ് ഉണ്ട്. അത് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് തരാനായിട്ട്. സ്ക്രീനിൽ കാണുമ്പോഴാണ് ആ മിസ്റ്റേക്സ് ഉണ്ടെന്ന് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ. ചിലപ്പോ അത് വിട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ വിട്ടുപോയാൽ നിങ്ങൾ തന്നെ ഒന്ന് ക്ലിയർ ചെയ്യണേ. ഫോർത്ത് ക്ലാസ്സിലേക്ക് ആകുമ്പോൾ ചിലപ്പോ വിട്ടുപോകും. വിട്ടുപോയില്ലെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് ആ ടൈമിൽ ചെയ്യാം. ചിലപ്പോ ആഡ് ചെയ്യേണ്ടി വന്നാലോ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പ്രോണോണിന് നോട്ട് കൊടുത്തിരുന്നു. അപ്പൊ അതില് ഞാൻ ഇന്റർഗേറ്റീവ് പ്രോണോൺ വരെയുണ്ടായിരുന്നുള്ളൂ. അപ്പോ അതിനുശേഷം ഞാൻ ആഡ് ചെയ്താണ് ഈ റിലേറ്റീവ് പ്രോണോണും ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ അങ്ങനെ ആഡിങ് വരുമ്പോ പിന്നെ നിങ്ങൾക്ക് രണ്ടാമതും അവർ നോട്ട് അയച്ചു തരണം. അതുകൊണ്ടാ എന്തായാലും പെട്ടെന്ന് തന്നെ നോട്ട് അയക്കാൻ ഞാൻ പറയാം. ക്ലാസ് കഴിയുമ്പോ തന്നെ നോട്ടിൽ ഞാൻ പറയാം. ഓക്കെ, അഡ്ജക്റ്റീവ് നോക്കാം. എന്നാല് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വേറെ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെ ഉള്ളതാണ് അഡ്ജക്റ്റീവ്. ഓക്കെ, നമ്മളിപ്പോ പാർട്സ് ഓഫ് സ്പീച്ചിൽ നൗൺ കഴിഞ്ഞു, പ്രോണോൺ കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് ആണ് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് നോക്കാം. An adjective is a word that modifies or describes a noun or pronoun. It can be used to describe the qualities of someone or something. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. അഡ്ജക്റ്റീവ് തുടങ്ങി വെക്കണം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ആദ്യം മുതൽ അഡ്ജക്റ്റീവ് പറഞ്ഞാൽ മതിയോ? കാരണം അഡ്ജക്റ്റീവ് ചിലപ്പോ ഇപ്പോൾ തീരില്ല, പിന്നീടും കണ്ടിന്യൂഷൻ തന്നെ വരും. ഞാൻ അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് തുടങ്ങി തന്നെ പറയേണ്ടി വരും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയോ? അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങി വെക്കണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? അടുത്ത ക്ലാസ്സിൽ മതി? അടുത്ത ക്ലാസ്സിൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സംസാരിച്ചോളൂ. ഒരു കാര്യം, കുറച്ച് മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റേ ഉള്ളൂ. അപ്പൊ അതിൽ നമുക്ക് ചിലപ്പോ ക്ലാസ് തീരില്ല, അഡ്ജക്റ്റീവ് ഫുള്ള് കഴിയില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോ നിങ്ങൾക്കത് കുറച്ചുകൂടെ പഠിക്കാമല്ലോ. ഞാനിപ്പോ എടുത്തിട്ട് പിന്നെ കണ്ടിന്യൂഷൻ വരും. ഹലോ മാം, ഒന്ന് ചോദിച്ചോട്ടെ? മാം ഇതിന്റെ PDF അയച്ചിട്ടുണ്ടോ? PDF പഠിക്കാൻ വേണ്ടി. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ആണോ? ഇന്നത്തെ ക്ലാസ്സിന്റെ അല്ല മാം, എടുക്കുന്ന ഗ്രാമർ എന്ന് പറഞ്ഞത് ഒരു സബ്ജക്റ്റിന്റേത് ഇതിന്റെ PDF കൂടെ ഉണ്ടോ? ഇവര് തന്ന PDF കൂടെ
ഞാനിപ്പോ നിങ്ങൾക്ക് കാണിക്കുന്ന സ്ക്രീനില്ലേ, സ്ക്രീനിൽ കുറച്ച് നോട്ട്സ് കാണിക്കണില്ലേ, ഈ നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്, PDF അവർ തരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചത് നിങ്ങൾക്ക് തരും. ഇപ്പൊ നമ്മൾ എടുത്തത് ഇപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അല്ലെ. അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഈ പ്രോണൗണിന്റെ നോട്ട് നിങ്ങൾക്ക് തരും. തന്നിട്ടില്ല, തരും. എന്തായാലും ഞാൻ പറയാതെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ തരാൻ ഞാൻ പറയാതെ കേട്ടോ, കാരണം ഇതൊക്കെ ടെക്നിക്കലാണ്, ഞാൻ ഒരു പറയാം. ഇത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ തരുന്നത്. അപ്പൊ അവരോട് ഞാൻ ഉണ്ടായിട്ടില്ലേ? ഓക്കെ. അപ്പൊ ക്ലാസ് അപ്പൊ അതുപോലെ നമുക്ക് PDF എന്തോ PDF ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് ഒന്നുകിൽ അത് പ്രിന്റ് ശരി. എടുത്തിട്ട് നിങ്ങൾക്ക് അത് പ്രിന്റ്. ആ ഓക്കെ. കാരണം ഞാൻ കണക്ട് ചെയ്താ പോണേ. എന്നുവെച്ചാൽ ഗ്രാമർ സ്റ്റാർട്ടിങ് തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അപ്പോ പാർട്സ് ഓഫ് സ്പീച്ചിലാണ് നമ്മളിപ്പോ പാർട്സ് ഓഫ് സ്പീച്ചിൽ 8 പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പഠിച്ചില്ലേ, നൗൺ, പ്രോണൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വർബ് അല്ലെ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ ഞാൻ പോണേ. അപ്പൊ നിങ്ങൾക്ക് അത് PDF എടുത്ത് വെച്ചാല് അത് സിലബസ് ആയിട്ടോ യൂസ് ചെയ്യാം. ഓക്കെ. വെറുബ് ഉണ്ട്. നൗൺ കഴിഞ്ഞ പ്രോണൗൺ കഴിഞ്ഞ വെറുബാണ്. അപ്പൊ നമുക്ക് അതൊരു കാര്യം ചെയ്യാം, വെറുബ് എടുക്കാം അടുത്ത ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ക്ലാസ് മനസ്സിലാവുന്നില്ലേ? പറഞ്ഞോളൂ, പറയൂ. കേൾക്കുന്നില്ലേ എല്ലാവർക്കും? മനസ്സിലാവുന്നില്ലെങ്കിൽ ഇല്ലാന്ന് പറയട്ടോ. ഞാനപ്പോ ഒന്നുള്ളത് ക്ലിയർ ചെയ്ത് പോവാം. കേൾക്കുന്നില്ലേ? ആരെങ്കിലും പറയൂ. ആരാ? അഞ്ജുന് മനസ്സിലാവുന്നുണ്ട് ക്ലാസ് ഒക്കെ? ഓക്കെ. അപ്പൊ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചില് നൗണും പ്രോണൗണും കഴിഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വെർബ് പഠിക്കാം. വെർബ് എന്താ? ഒരു വേർഡ് ആണല്ലേ, എക്സ്പ്രസ് ദ ആക്ഷൻ അല്ലെ. നോട്ട്സ് ഇല്ലാത്ത അല്ലെ. നോട്ട്സ് ഞാനിപ്പോ പറയാതെ അവരോട് പറയാം. ടീച്ചർ എന്തോ ക്ലിയർ ആയില്ലേ? സുനില ക്ലിയർ ആയില്ല, എന്താ പറഞ്ഞേ? ടീച്ചർ അടുത്ത ക്ലാസ് എടുക്കുന്ന വെർബിന്റെ നോട്ട് മുൻകൂട്ടി തന്നിരുന്ന നമുക്ക് നോക്കി പഠിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. മുൻകൂട്ടി അങ്ങനെ തരില്ല, ക്ലാസ് ശേഷമാണ് നോട്ട് തരാം. അത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നോട്ടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പൊ അവരാണ് തീരുമാനിക്കുക. ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് നോട്ട് കൊടുക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്, അതുകൊണ്ടാ. ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട് ഒന്ന് PDF ആക്കി സെൻഡ് ചെയ്ത് തരുമോ? ഞാനത് ഇവരോട് പറയാം. ഞാൻ പറയാം. അപ്പൊ കഴിഞ്ഞ 2 ക്ലാസ്സിന്റെ തന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? 2 ക്ലാസ്സിനെ കിട്ടിയിട്ടില്ല അല്ലെ? ഏതെങ്കിലും കിട്ടിയിരുന്നോ? ഇംഗ്ലീഷ് ക്ലാസ്സിന് നോട്ട് ചെയ്തിട്ട് ഇപ്പൊ എന്റെ ക്ലാസ്സിന് ഏതെങ്കിലും കിട്ടിയിരുന്നോ? ഇല്ല മാം. അപ്പൊ ഞാനത് തന്നിട്ടുണ്ട്. സ്പീച്ച് തന്നോ? അപ്പൊ ഇനി ഈ പ്രോണൗൺ മാത്രമേ ഉള്ളൂ, അത് ഞാൻ അവർക്ക് പറയാൻ തരാം. പ്രോനൗൺ കുറച്ച് തന്ന്, പ്ലൂറൽ നൗൺ. അതെ. പിന്നെ റിലേറ്റീവ് പ്രോണൗൺ ഞാനൊക്കെ ആഡ് ചെയ്തായിരുന്നു അതില്. കാരണം പ്രോണൗൺ എന്ന് പറയുന്നത് ഒരു ഒറ്റ ടോപ്പിക് അല്ലേ. അപ്പൊ 2 PDF ആയിട്ട് നിങ്ങൾ എടുക്കണ്ടേ. അപ്പോ എല്ലാം ഒറ്റ ടോപ്പിക് ആയതുകൊണ്ട് ഞാനത് ഒന്നിച്ചാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആയാലും കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നോട്ട് മതി. ഈ നോട്ട് നിങ്ങൾക്ക് തരാൻ ഞാൻ പറയും. അപ്പൊ പ്രോണൗൺ പാർട്സ് ഓഫ് സ്പീച്ച് കൂടി ആഡ് ചെയ്തിട്ട് തന്നാളേ ഞങ്ങൾ എഴുതിയിട്ടില്ല, കിട്ടിയിട്ടില്ല. ഓക്കെ. ഇനിയിപ്പോ 2 തരാൻ പറയാം. പ്ലൂറൽ നൗൺ വരെ കിട്ടിയിരിക്കണേ PDF. പ്ലൂറൽ നൗൺ അതാണ് നൗൺ ആണല്ലോ. നൗണിലാണ് പ്ലൂറൽ നൗൺ ഒക്കെ വരാം. അപ്പൊ നൗണാണ്, നൗണിന്റെ നോട്ടാണ് ഇപ്പൊ ഉള്ളത് കയ്യില്. ഇപ്പൊ നെക്സ്റ്റ് പ്രോണൗൺ. ഇന്നത്തെ ക്ലാസ് സെൻഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട് PDF അല്ലേ?
അതെ അതെ. അപ്പൊ ഇത് മാത്രം മതി, പ്രോണൗൺ മാത്രം മതി. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വെർബ് എടുക്കാം. മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരത്തില്ലേ ടീച്ചറെ? ഞാനിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊക്കെ എന്റെ നോട്ടിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ച് ക്ലിയർ ചെയ്തില്ലേ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഈ നോട്ടിൽ ഉണ്ടാവും. ഞാനിപ്പോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് എല്ലാരും നിങ്ങൾക്ക് PDF കിട്ടും. ഓക്കെ, അത് മതിയില്ലേ? ഓക്കെ മാം. അപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? ഇനി വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പാർട്സ് ഓഫ് സ്പീച്ചിന് നോട്ട് നോക്കിയിട്ട് മനസ്സിലായില്ലേ? കൂടുതൽ മനസ്സിലാക്കാൻ പറ്റണില്ലേ നോട്ട്? വായിക്കുമ്പോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൗൺ കംപ്ലീറ്റ് ചെയ്ത് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നൗൺ കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രോണൗൺ നമ്മൾ തുടങ്ങി അല്ലെ? അപ്പൊ പ്രോണൗണിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു ഈ ക്ലാസ്സിൽ എടുത്തേ, അതായത് റിലേറ്റീവ് പ്രോണൗൺ. അപ്പൊ ഇന്നത്തോടെ പ്രോണൗൺ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ എന്താ, നൗണും കഴിഞ്ഞു, പ്രോണൗണും കഴിഞ്ഞു. നിങ്ങൾ പഠിക്കണില്ലേ? ഇപ്പോ പാർട്സ് ഓഫ് സ്പീച്ചില് ഇപ്പൊ 2 എണ്ണം കഴിഞ്ഞു എന്നാ ഞാൻ പറഞ്ഞു, നൗണും പ്രോണൗണും കഴിഞ്ഞു എന്നാ പറഞ്ഞു. നെക്സ്റ്റ് ഏതാ? വെർബാണ്. ആ പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് നോക്ക് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിൽ നൗണും പ്രോണൗണും ഒക്കെ കഴിഞ്ഞേ. നെക്സ്റ്റ് ഏതാ? വെർബാണ്. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വെർബ് തുടങ്ങാം. കാരണം ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാല് കാരണം കഴിയില്ല, പിന്നെയും ബാലൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പിന്നെയും അടുത്ത ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. അപ്പൊ അടുത്ത ക്ലാസ്സിലാകുമ്പോൾ നമുക്ക് ഒരു ക്ലാസ് കൊണ്ട് വെർബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പോ വെർബ് തുടങ്ങാഞ്ഞേ കേട്ടോ. ക്ലാസ് മനസ്സിലാവുന്നുണ്ടല്ലോ? പറഞ്ഞോളൂ. ക്ലിയർ ആണ്. ക്ലാസ് നല്ലായിരുന്നു, ഇഷ്ടമായി എല്ലാവർക്കും? ഓക്കെ, ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ട്, എടുക്കുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടോ. ഓക്കെ, എന്തെങ്കിലും ഒപ്പീനിയൻ അങ്ങനെയൊന്നുമില്ല? ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ട്, നല്ലതാണ്. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ക്ലാസ് ടൈം ആയല്ലോ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു മാം. Thank you.